അതെ, ഇന്നത്തെ എൻ്റെ ക്രോഷ്യ പ്രോജക്റ്റ് വാലി ഓഫ് ലില്ലി എന്ന പേരുള്ള ഒരു ഫ്ലവറാണ്. ഞാനൊരു ബാഗ് ഷാംസ് ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ഒരു പകുതി പാർട്ടാണ് ഈ ഫ്ലവർ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാജിക് റിംഗ് ആണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് ഒരു 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. 2 3 4. അത് കഴിഞ്ഞ് നമുക്കൊരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അതിനുശേഷം ഒരു ചെയിൻ സ്റ്റിച്ച്. ഇനി നമുക്ക് വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ സ്റ്റിച്ച് എന്ന പ്രോസസ്സ് 6 തവണ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം നമുക്ക് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുത്ത് യാൺ നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫ്ലവറിൻ്റെ സീപ്പലായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് യാണിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളറ് എടുക്കാമേ. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ കൂടി നമുക്ക് കളറ് എടുക്കാം. നമുക്കിനി ബോബിൾ സ്റ്റിച്ചാണ് ആവശ്യമുള്ളത്. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ജസ്റ്റ് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്കൊരു 4 5 തവണ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഹുക്കിൽ കുറച്ചധികം ലൂപ്പുകൾ ഒന്നിച്ച് കിട്ടും. എല്ലാത്തിൽ കൂടി ഒന്നിച്ചാണ് നമുക്ക് പുൾ ത്രൂ ചെയ്യേണ്ടത്. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ബാക്കി അവൈലബിൾ ആയുള്ള എല്ലാ ഗ്യാപ്പിൽ കൂടി ബോബിൾ സ്റ്റിച്ച് ചെയ്യാം. അവസാനം ആദ്യത്തെ ബോബിൾ സ്റ്റിച്ചിൽ കൂടി സ്ലിപ്പ് സ്റ്റിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച്, അത് കഴിഞ്ഞ് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അടുത്ത ഗ്യാപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, 3 ചെയിൻ സ്റ്റിച്ച്, വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ. ഈ പ്രോസസ്സ് ബാക്കിയുള്ള എല്ലാ അവൈലബിൾ സ്പേസിലും കണ്ടിന്യൂ ചെയ്യുക. ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.